സ്ലൈഡ് കാണാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് യൂട്ടിലിറ്റി അനാലിസിസിലേക്ക് പോവാം. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റിയുടെ എന്താണ് അതിന്റെ നമുക്കുള്ള യൂസ്, അതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുക. എന്താണോ വോണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി, ആ ഒരു കമ്മോഡിറ്റി കൊണ്ട് നമ്മുടെ എന്ത് വോണ്ട് ആണോ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നത്, എന്ത് കാര്യമാണോ അവിടെ സഫലീകരിക്കപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കമ്മോഡിറ്റി ചൂസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ആ കമ്മോഡിറ്റിയുടെ വോണ്ട് സാറ്റിസ്ഫൈങ് പവറിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ ഈ യൂട്ടിലിറ്റി തന്നെ രണ്ട് തരത്തിൽ പറയുന്നുണ്ട്, കാർഡിനൽ യൂട്ടിലിറ്റിയും ഓർഡിനൽ യൂട്ടിലിറ്റിയും. അപ്പോ ഈ യൂട്ടിലിറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് കാർഡിനൽ ആൻഡ് ഓർഡിനൽ. അപ്പോ കാർഡിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ പറയുന്നത് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ്, നമുക്കത് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ ഞാനൊരു ആപ്പിള് കഴിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, എനിക്ക് ആപ്പിള് കഴിച്ചു ഒരു 10 യൂട്ടിലിറ്റി കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഭാരം അളക്കാൻ കിലോഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ യൂട്ടിലിറ്റി നമുക്കൊരു യൂണിറ്റ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ് കാർഡിനൽ യൂട്ടിലിറ്റി അഡ്വക്കേറ്റ്സ് പറയുന്നത്. ആൻഡ് ഓർഡിനലുകാർ പറയുന്നത് നേരെ തിരിച്ചാണ്, നമുക്ക് ഒരിക്കലും അത് മെഷർ ചെയ്യാൻ പറ്റില്ല, പകരം നമുക്ക് പറയാം എനിക്ക് ആപ്പിൾ കഴിക്കുന്നതിനേക്കാളും സാറ്റിസ്ഫാക്ഷൻ മാംഗോ കഴിക്കുമ്പോഴാണ്. നമുക്കൊരു ഓർഡർ ചെയ്യാനായിട്ട് പറ്റും, റാങ്കിങ് കൊടുക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് ഇപ്പൊ എന്റെ ഒരു ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് വെച്ച് ഞാൻ റാങ്ക് ചെയ്യാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം മാങ്ങയാണ്, അത് രണ്ടാമതാണ് എനിക്ക് ആപ്പിൾ ഇഷ്ടമുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാനേ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് മാങ്ങ കഴിക്കുമ്പോൾ ഒരു 20 യൂട്ടിൽ, ഇപ്പൊ നമ്മൾ യൂട്ടിലിറ്റീനെ യൂട്ടിൽ എന്നൊരു ഇതിനാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് മാങ്ങ കഴിക്കുമ്പോൾ ഒരു 20 യൂട്ടിൽ കിട്ടും, ആപ്പിൾ കഴിച്ചാൽ 15 യൂട്ടിലേ കിട്ടുള്ളൂ. ഇങ്ങനെ പറയാമെന്നാണ് കാർഡിനലുകാർ പറയുന്നത്. ഓർഡിനലുകാർ പറയുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല, റാദർ നമുക്ക് എന്ത് പറയാനേ പറ്റുള്ളൂ, ആപ്പിളിനേക്കാളും എനിക്കിഷ്ടം മാങ്ങയാണ്. അങ്ങനെ നമുക്കൊന്ന് റാങ്ക് ചെയ്യാനേ പറ്റുള്ളൂ എന്നാണ് അവര് പറയുക. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ്. ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യകാല ഇക്കോണമിസ്റ്റുകളാണ്. ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ ഇവരാണ് ഇക്കണോമിക്സിനെ ഈ ഒരു രീതിയിലേക്കാക്കി, ഒരു ഫോമിലേക്കാക്കി വരുന്നത് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകളാണ്. അതിന് തുടർച്ചയാണ് ബാക്കിയുള്ള ഇക്കോണമിസ്റ്റുകൾ വരുന്നത്. പിന്നെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്, ന്യൂ ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ, കെനീഷ്യൻ, ന്യൂ കെനീഷ്യൻ, പോസ്റ്റ് കെനീഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമാതിരി സ്കൂൾസ് ഓഫ് തോട്ട് ഇക്കോണമിക്സിലുണ്ട്. ഈ ഓരോ സ്കൂൾ ഓഫ് തോട്ടും ഓരോ തരത്തിലെ തിയറികളെ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ കൺസ്യൂമർ ബിഹേവിയറിനെ, പ്രൊഡ്യൂസർ ബിഹേവിയറിനെ, എല്ലാത്തിനെയും പല തരത്തിലാണ് ഇവര് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇതില് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് വിശ്വസിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്ടിലിറ്റി ഇസ് മെഷറബിൾ ആസ് ലൈക്ക് ഹൈറ്റ് ആൻഡ് വെയിറ്റ്. ഹൈറ്റും വെയിറ്റും ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമുക്കിത് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ബെൻഡാം എന്ന് പറയുന്ന ഇക്കോണമിസ്റ്റും സമ്മദർ ഇക്കോണമിസ്റ്റുകളുമാണ് യൂട്ടിലിറ്റിയെ നമുക്ക് യൂട്ടിൽസ് എന്ന് പറഞ്ഞ യൂണിറ്റില് മെഷർ ചെയ്യാം എന്ന് പറയുക. ആൻഡ് ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ യൂണിറ്റ്. അപ്പോ എനിക്ക് 20 യൂട്ടിൽ ആപ്പിളിൽ നിന്ന് കിട്ടുന്നതനുസരിച്ച് മറ്റൊരാൾക്ക് കിട്ടണം എന്ന് ഒരു നിർബന്ധം ഇല്ല. അയാൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ 10 യൂട്ടിലായിരിക്കും. അപ്പൊ എനിക്ക് 20 കിട്ടിയാൽ മറ്റൊരാൾക്ക് 20 കിട്ടണം എന്ന് ഒരു നിർബന്ധമില്ല. ഇറ്റ് ഈസ് എ വെരി സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് ആണ്. it will be different from one person to the another. ഇനി അതുപോലെ ആൽഫ്രഡ് മാർഷൽ ഒരു ഫേമസ് ഇക്കോണമിസ്റ്റ് ആണ്. ആൽഫ്രഡ് മാർഷൽ നമ്മുടെ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒക്കെ ആദ്യമായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആൽഫ്രഡ് മാർഷൽ ആണ്. ആൽഫ്രഡ് മാർഷൽ പറയുന്നത് യൂട്ടിലിറ്റിയെ നമുക്ക് മോണിറ്ററി ടേംസ്, മണിയിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ഇതിന്റെ അസംഷൻ എന്ന് പറയുന്നത് റാഷണാലിറ്റി ആണ്. കൺസ്യൂമേഴ്സ് ആർ റാഷണൽ, അവർക്ക് ദേ ക്യാൻ ചൂസ് എ ബെസ്റ്റ് ഔട്ട് ഓഫ് ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. തന്നിരിക്കുന്ന ഓൾട്ടർനേറ്റീവ്സുകളിൽ നിന്ന് ബെസ്റ്റ് ചൂസ് ചെയ്യാൻ കഴിവുള്ളവരാണ് കൺസ്യൂമേഴ്സ് എന്നാണ് നമ്മൾ വിശ്വസിക്കുക. ആൻഡ് യൂട്ടിലിറ്റി ഇസ് മെഷറബിൾ, യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി, അതായത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഒരു ആപ്പിള് കഴിച്ചപ്പോ എനിക്ക് 20 യൂട്ടിലിറ്റി കിട്ടി.
രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചപ്പോ എനിക്കൊരു 25 യൂട്ടിലിറ്റി കിട്ടി. യൂട്ടിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ രണ്ടാമത്തെ ആപ്പിളിൽ നിന്ന് കിട്ടിയ യൂട്ടിലിറ്റിയും ഒന്നാമത്തെ ആപ്പിളിൽ നിന്ന് കിട്ടിയ യൂട്ടിലിറ്റിയും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ വാട്ട് വി വിൽ ഗെറ്റ് ഇസ് ദി മാർജിനൽ യൂട്ടിലിറ്റി. നമുക്ക് രണ്ടാമത്തെ TUN-1 എന്ന് പറയും. ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്ന് n യൂണിറ്റിന്റെ ടോട്ടൽ യൂണിറ്റ് മൈനസ് n-1 അതിന് മുന്നത്തത്. ആദ്യത്തെ ആപ്പിൾ കഴിച്ചപ്പോ 20 യൂട്ടിലിറ്റി കിട്ടി, രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചപ്പോ 25 യൂട്ടിലിറ്റി കിട്ടി. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ പറയുന്നതാണ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോ ഈ ഒരു ഡിഫറൻസിനെ പറയുന്നതാണ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ ഈ മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ പറയുന്നത്, നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഡിമിനിഷിങ്. ഇതിലുണ്ടോ എന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, ഇതിലുണ്ട്. അപ്പോ അതൊക്കെ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് എത്ര നമുക്ക് പൈസ കിട്ടിയാലും നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി മാറില്ല. മാർജിനൽ യൂട്ടിലിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കാം. അതെങ്ങനെ? ഇപ്പോ നമുക്ക് ഒരു 100 രൂപ കിട്ടി. അപ്പോ 100 രൂപ കിട്ടിയപ്പോ നമുക്കൊരു ടോട്ടൽ യൂട്ടിലിറ്റി ഒരു 10 ആയിരുന്നു. 200 രൂപ കിട്ടിയപ്പോ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി 20 ആയി. 300 രൂപ കിട്ടിയപ്പോ ടോട്ടൽ യൂട്ടിലിറ്റി 30 ആയി. ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെയാണ്? ആദ്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. രണ്ടാമത്തേൽ മാർജിനൽ യൂട്ടിലിറ്റി 10 ആണ്. 10 എന്ന് പറഞ്ഞാൽ എന്താ? TUN-TUN-1 10 ആണ്. ഇനി ഇവിടെയോ? ഇവിടെയും 10 തന്നെയാണ്. അപ്പോ പൈസ കിട്ടും തോറും മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി സെയിം തന്നെ. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മള് അതിന്റെ യൂട്ടിലിറ്റിയിൽ വലിയ മാറ്റം, പൈസ എപ്പോഴും എന്തിനാണ്? ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ എത്ര പൈസ കൂടുതൽ കിട്ടിയാലും നമ്മുടെ യൂട്ടിലിറ്റിയിൽ മാറ്റമൊന്നും വരുന്നില്ല. പക്ഷെ ഇത് ശരിക്കും കോൺട്രഡിക്ടറി ആണ്. നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എങ്ങനെയാണ്? പൈസ കൂടുതൽ കിട്ടും തോറുമാണ് നമുക്ക് ഭയങ്കര സന്തോഷം കൂടുന്നത്, അല്ലെ? അപ്പൊ അതിന് നേരെ വിപരീതമാണ് ഇതിൽ പറയുന്നത്. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, ഇതൊരു ഇമ്പോർട്ടന്റ് തിയറി ആണ്. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു കമോഡിറ്റി കൺസ്യൂം ചെയ്യും തോറും അതിന്റെ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അടുത്ത സ്ലൈഡിൽ നമ്മളത് തിയറി ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഇൻഡിപെൻഡന്റ് യൂട്ടിലിറ്റി. ഇൻഡിപെൻഡന്റ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ആപ്പിൾ കഴിക്കാണ്. ആപ്പിളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു യൂട്ടിലിറ്റി ഉണ്ട്. അത് ആ ആപ്പിളിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. ഇനി ഞാൻ പോയി ഒരു പിസ്സ കഴിക്കാണ്. ഈ പിസ്സ കഴിക്കുമ്പോൾ എനിക്കൊരു യൂട്ടിലിറ്റി കിട്ടും. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് പിസ്സ ഓൺലി. അല്ലാതെ അതിലെ ആപ്പിള് ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അതായത് ഒരു കമോഡിറ്റിയുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ ആ കമോഡിറ്റീനെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് യൂട്ടിലിറ്റി എന്ന് പറയാ. ഒരു കമോഡിറ്റിയുടെ യൂട്ടിലിറ്റി ഇസ് നെവർ ബി ദ ഫങ്ഷൻ ഓഫ് അനദർ കമോഡിറ്റി. മറ്റൊരു കമോഡിറ്റീനെയും മറ്റൊരു കമോഡിറ്റിയും അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. എനിക്ക് മാങ്ങയിൽ നിന്ന് ഒരു യൂട്ടിലിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അത് മാങ്ങയുടെ മാത്രമാണ്. ആപ്പിളിൽ നിന്ന് യൂട്ടിലിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അത് ആപ്പിളിന്റെ മാത്രമാണ്. ദറ്റ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ സം അതർ കമോഡിറ്റി. അപ്പോ ഇത് വെച്ചിട്ടാണ് നമുക്ക് രണ്ട് തിയറികൾ വരുന്നത്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയും ലോ ഓഫ് ഈക്വ മാർജിനൽ യൂട്ടിലിറ്റി. ഇപ്പൊ യൂട്ടിലിറ്റി എന്താന്ന് പറഞ്ഞത് മനസ്സിലായോ? യൂട്ടിലിറ്റി മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ.
എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ല. സോ ഞാൻ അസ്യൂം ചെയ്യാണ് നിങ്ങൾക്ക് ഡൗട്ട് ഇല്ല. ഓക്കെ, ഞാൻ അസംഷനിൽ പോവാണ്. ഓക്കെ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോ ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ലോ ആണിത്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഇവിടെ ഇവിടെ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരാള് ഭയങ്കരമായിട്ട് വിശന്നിരിക്കാം. ഇപ്പൊ വിശന്നിരിക്കുമ്പോ അയാൾക്ക് നമ്മൾ ഒരു ആപ്പിൾ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ആ ഒരു ആപ്പിൾ കഴിച്ചു കഴിയുമ്പോ നമ്മൾ പിന്നെ ഒരെണ്ണം കൂടെ കൊടുത്താലോ അയാൾക്ക് ആദ്യം കിട്ടിയ അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല, ഇത്തിരി കുറയും. മൂന്നാമത്തെ കൊടുക്കുമ്പോഴോ പിന്നെയും കുറയും. ഒരു 4 ആകുമ്പോ അയാൾ പറയും എനിക്ക് മടുത്ത്, എനിക്കിനി വേണ്ട. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ നമ്മളൊരു കമോഡിറ്റി വീണ്ടും വീണ്ടും കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ the utility that we derive from that commodity will goes on diminishing. Marginal utility, അതായത് additional utility, നമുക്ക് പിന്നെ കിട്ടുന്ന additional utility will go on diminishing. ഓരോ യൂണിറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റി വിൽ ഗോ ഓൺ ഡിമിനിഷിംഗ്. അതിനെ പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ ഇവിടെ മാർഷൽ ഇക്കോണമിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെയാണ്: ദ അഡീഷണൽ ബെനിഫിറ്റ് which a person derives from a given increase of a stock of thing diminishes with every increase in the stock that he already has. Simple ആയിട്ട് പറഞ്ഞ ഇത്രേ ഉള്ളൂ. When a consumer consume more and more unit of the same commodity, marginal utility that he derives from that commodity will go on diminishing. ഒരു ആപ്പിൾ ആദ്യം കഴിച്ചു, രണ്ടാമത്തെ ആപ്പിൾ കഴിക്കുമ്പോൾ ഈ റെഡ് ലൈൻ ആണ് യൂട്ടിലിറ്റിനെ മാർക്ക് ചെയ്യാണ്. ആദ്യത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ യൂട്ടിലിറ്റി, രണ്ടാമത്തെ ആപ്പിൾ കഴിക്കുമ്പോൾ ഇല്ല, കുറഞ്ഞു. മൂന്നാമത്തെ ആപ്പിൾ കൊടുക്കുമ്പോഴോ പിന്നെയും കുറയും. നാലാമത്തെ ആപ്പിൾ കൊടുത്തപ്പോഴോ പിന്നെയും കുറഞ്ഞു. അഞ്ചാമത്തെ ആപ്പിൾ കൊടുത്തപ്പോ നല്ലോണം കുറഞ്ഞു. ആൻഡ് 6th കൊടുത്തപ്പോഴോ ഇറ്റ് ബിക്കംസ് ഈവൻ നിയർ ടു ദി സീറോ ആയി മാറും. കാരണം യൂട്ടിലിറ്റി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ മാർജിനൽ യൂട്ടിലിറ്റി, ആദ്യ ആപ്പിൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു യൂട്ടിലിറ്റി രണ്ടാമത്തെ ആപ്പിളിൽ ഇല്ല. സോ ദ അഡീഷണൽ യൂട്ടിലിറ്റി ദാറ്റ് എ കൺസ്യൂമർ വിൽ ഗെറ്റ് ഫ്രം ഈച്ച് യൂണിറ്റ് ഓഫ് സെയിം കമോഡിറ്റി. ചിലപ്പോ ഇത് മാറ്റി കൊടുത്തെങ്കിൽ ഇതിൽ വലിയ വിഷയം വരില്ല. രണ്ടാമത്തെ ആപ്പിളിന് പകരം ഒരു ഓറഞ്ച് ആണ് കൊടുത്തതെങ്കിൽ ചിലപ്പോൾ യൂട്ടിലിറ്റിയിൽ മാറ്റം വരണം എന്നില്ല. ചിലപ്പോൾ അതേ യൂട്ടിലിറ്റി തന്നെ കിട്ടിയേക്കാം. സെയിം കമോഡിറ്റി, അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സെയിം കമോഡിറ്റി ആണ്, സെയിം കമോഡിറ്റിയുടെ കാര്യം മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇവിടെ രണ്ടാമതൊരു ആപ്പിളിന് ഒരു പിzzയോ ഒരു ബർഗറോ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ യൂട്ടിലിറ്റി മാറില്ലായിരുന്നിരിക്കാം. സെയിം കമോഡിറ്റിയുടെ കാര്യമാണ് നമ്മളിവിടെ പറയണത്. ഈ മാർജിനൽ യൂട്ടിലിറ്റി ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ടീയുടെ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഓരോ കപ്പ് ടീ കഴിക്കുമ്പോഴും ടോട്ടൽ യൂട്ടിലിറ്റി ആദ്യത്തേല് 12 ആയിരുന്നു, രണ്ടാമത്തേല് 22 മൂന്നാമത്തേല് അത് 30 നാലാമത്തേല് 36. ഇത് ടോട്ടൽ യൂട്ടിലിറ്റി ആണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മൾ പറയുന്ന കോൺസെപ്റ്റ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ദാറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ഒന്നെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ ടി യു ബൈ ക്യൂ ഇത് എടുക്കാം. അതിനേക്കാളും ഈസി ആയിട്ട് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ടി യു എൻ മൈനസ് ടി യു എൻ മൈനസ് 1. അതായത് പ്രീവിയസിൽ നിന്ന് മൈനസ് ചെയ്യുക. 22 12 മൈനസ് ചെയ്തപ്പോ 10, 30 22 മൈനസ് ചെയ്തപ്പോ 8, 36 30 മൈനസ് ചെയ്തപ്പോ 6, 40 36 മൈനസ് ചെയ്തപ്പോ 4, 41 40 മൈനസ് ചെയ്തപ്പോ 1, 31 41 മൈനസ് ചെയ്തപ്പോ -2, 34 39 മൈനസ് ചെയ്തപ്പോ -5. സോ ഇറ്റ് ഈവൻ ടച്ച് ദി മൈനസ്. അപ്പോ ഒരേ സെയിം ചായ ഇങ്ങനെ കുടിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അഡീഷണൽ യൂട്ടിലിറ്റി, മാർജിനൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? എപ്പോഴും അഡീഷണൽ എന്നാണ്. അഡീഷണൽ. അപ്പോ ഈ അഡീഷണൽ യൂട്ടിലിറ്റി ദാറ്റ് വി ഡിറൈവ് ഫ്രം ഈച്ച് യൂണിറ്റ്. അപ്പോ ഒന്നാമത്തെ കൊടുത്ത് രണ്ടാമത്തെ, അതായത്
ഒന്നീന്ന് രണ്ടെന്ന് പറയുമ്പോൾ ഒരെണ്ണം കൂടുതൽ കൊടുക്കുകയാണ്. ഈ ഒരെണ്ണം കൂടുതൽ കൊടുക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ എത്ര മാറ്റം വരും, പിന്നെ ഒരെണ്ണവും കൂടെ കൂടുതൽ കൊടുക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ എത്ര മാറ്റം വരും. ഇതാണ് നമ്മൾ ഈ മാർജിനൽ യൂട്ടിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുക. സോ വെൻ എ കൺസ്യൂമർ ഈസ് ഗിവൻ ദ സെയിം എമൗണ്ട് ഓഫ് കമോഡിറ്റി, then the marginal utility will go on diminishing. ഈ ഒരു മാർജിനൽ യൂട്ടിലിറ്റിയുടെ കർവ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി ആണ്, അത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതാണ്. ആൻഡ് ദിസ് ഇസ് ദി മാർജിനൽ യൂട്ടിലിറ്റി. ഇവിടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, അത് ശ്രദ്ധിക്കുക. വെൻ ടോട്ടൽ യൂട്ടിലിറ്റി ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിൽ എത്തുമ്പോ മാർജിനൽ യൂട്ടിലിറ്റി എവിടെ എത്തും? 0 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തും. അതിനെയാണ് നമ്മൾ സാച്ചുറേഷൻ ക്വാണ്ടിറ്റി. ഇവിടുന്ന് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്. ഇവിടം വരെ പിന്നെ എങ്ങനെയോ സഹികെട്ട് കുടിച്ചു. ഇപ്പൊ നമുക്ക് തരുമ്പോ തന്നെ അറിയും, നമുക്കിപ്പോ ഒരാൾ ഇങ്ങനെ ആപ്പിൾ തന്നിട്ട് ഒരു 2 3 ഒക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ എത്തും അല്ലെ. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുക. സോ വെൻ TU ഇസ് അറ്റ് മാക്സിമം, MU എന്തിലേക്ക് വരും? MU ഒരു 0യിലേക്ക് വരും. ആൻഡ് വെൻ TU ഡിക്രീസ് ചെയ്യുമ്പോൾ MU വിൽ ബിക്കം -2. അപ്പൊ ഇതൊക്കെ സാച്ചുറേഷൻ പോയിന്റ് എന്താണെന്ന് ഓർത്തിരിക്കുക. സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത് TU മാക്സിമം ആവുമ്പോൾ MU is 0 ആവുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുക. ഇവിടെ എക്സംഷൻസ് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ആണ്. അതിന് ഇവര് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കോൺസ്റ്റന്റ് ആയിരിക്കും, കുറയില്ല എന്നുള്ളതാണ് പറയുക. പിന്നെ റെയർ ആന്റി കളക്ഷൻസ് ഒക്കെ ഇല്ലേ, അതൊരിക്കലും നമ്മുടെ കയ്യിൽ കൂടുന്തോറും നമുക്ക് അതിന്റെ യൂട്ടിലിറ്റി കുറയല്ല ചെയ്യാറ്, കൂടാണ്. അഡീഷണൽ നമുക്ക് ഓരോന്ന് കിട്ടും. ഈ ആന്റി കളക്ഷൻ ഉള്ള ആൾക്കാരില്ലേ, അവർക്കൊക്കെ ഇത് ഓരോ ഒന്നും കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അബ്നോർമൽ ആണെങ്കിൽ നമുക്കിത് എഫക്ട് ചെയ്യില്ല. പിന്നെ അഡിക്റ്റീവ് ഗുഡ്സ്, ലഹരി ഉപയോഗിക്കുന്നവര് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ ഈ MU ഇങ്ങനെയാണ് എങ്കിൽ ഒരിക്കലും അവർ ലഹരിക്ക് അടിമയാവില്ല. ദെൻ എക്സ്പെൻസീവ് ആൻഡ് ഡ്യൂറബിൾ കമോഡിറ്റി, ഭയങ്കര ലക്ഷറീസ് ഗുഡ്സ് ഒക്കെ ഇങ്ങനെ മേടിച്ചു കൂട്ടുന്ന ആൾക്കാർക്കൊന്നും ഇത് ബാധകമല്ല. ആൻഡ് നമ്മളിത് പറയുന്നത് എപ്പോഴും ഹോമോജനസ് യൂണിറ്റ് ആണ്. അത് ഒരേപോലുള്ള കമോഡിറ്റിയുടെ കാര്യമാണ്. ഒരേപോലെ ഉള്ളതല്ലെങ്കിൽ ഇത് ഇഫക്റ്റീവ്, ഈ തിയറി ഇഫക്റ്റീവ് ആവില്ല. ദെൻ കൺസ്യൂമറിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിലും മാറ്റം ഉണ്ടാവാം. ചിലപ്പോൾ ഒരു കൺസ്യൂമറിന് ഭയങ്കര ഇഷ്ടമാണ് ആപ്പിള്, 10 കഴിച്ചാലും കുഴപ്പമില്ല എന്നാണെങ്കിൽ ഇത് ബാധകമാവില്ല. ദെൻ കൺസ്യൂമേഴ്സിന്റെ ഇൻകത്തിൽ ഉണ്ടാവുന്ന മാറ്റം, ഈ കൺസ്യൂമേഴ്സിന്റെ ഇൻകം കൂടുമ്പോ അയാൾക്ക് ഇൻകം കൂടുമ്പോൾ അയാൾ എന്ത് ചെയ്യും? കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കും, കൂടുതൽ കൺസ്യൂം ചെയ്യും. അപ്പൊ കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് മാർജിനൽ യൂട്ടിലിറ്റിയിൽ വലിയ വ്യതിയാനം വരണം എന്ന് നിർബന്ധമില്ല. ആൻഡ് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ കൺസ്യൂമേഴ്സ് ആണ്. പിന്നെ ഡിഫറെന്റ് ടൈം പീരീഡിലാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ ഞാൻ ഇന്നൊരു ആപ്പിൾ കൺസ്യൂം ചെയ്തു പിന്നെ നാളെയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് ഇഫക്റ്റീവ് അല്ല. ഇത് പറയുന്നത് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം പെട്ടെന്ന് കൺസ്യൂം ചെയ്യുന്നതിനെയാണ്. അല്ലാതെ ഇന്ന് ചെയ്തിട്ട് നാളെ ഒരു ആപ്പിളും കൂടെ കഴിക്കുകയാണെങ്കിൽ ഇത് ഈ തിയറി ബാധകമാവുന്നില്ല. ഇനി ഈ ഒരു തിയറി, ഇതിന്റെ വലിയൊരു ഇമ്പോർട്ടൻസ് വരുന്നത് ഈ ഒരു പാരഡോക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഡയമണ്ട് വാട്ടർ പാരഡോക്സ് എന്ന് പറയും. നമുക്കൊരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്, അത് ഞാൻ അടുത്തതിൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ലോസിൽ ഇത് യൂസ്ഫുൾനെസ്, അതുപോലെ നമ്മുടെ ടാക്സേഷൻ പ്രിൻസിപ്പിളിലൊക്കെ ഈ ഒരു ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നുണ്ട്. അപ്പോ അതുപോലെ തന്നെ ഈ ഒരു ഡയമണ്ട് വാട്ടർ പാരഡോക്സിൽ പറയുന്നുണ്ട്. അപ്പോ ഇതിലെല്ലാം ഈ ഒരു തിയറിക്ക് ആപ്ലിക്കബിലിറ്റി ഉണ്ട്. ഈ ഒരു തിയറി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാരഡോക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡയമണ്ട് വളരെ കുറച്ച് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അതിന് ഇത്രയും വില? അതുപോലെ തന്നെ വെള്ളം ഏറ്റവും അത്യാവശ്യമായ ഒരു സാധനമായിട്ട് അതിന് വിലയില്ലാത്തത് എന്തുകൊണ്ടാണ്? ഇതാണ് ആ പാരഡോക്സ്. ആ പാരഡോക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ ഈ തിയറി ഉപയോഗിച്ചിട്ടാണ്. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ഓഫ് എ കമോഡിറ്റി കനോട്ട് ബി മെഷേർഡ് ഇൻ ആബ്സല്യൂട്ട് ക്വാണ്ടിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആണ്.
കാർഡിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ എന്താ പറഞ്ഞത്? മെഷർ ചെയ്യാനായിട്ട് പറ്റും. നേരെ ഓപ്പോസിറ്റ് ആണ് ഇവര് പറയുന്നത്, യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. പകരം എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഒരു റാങ്കിങ് അല്ലെങ്കിൽ പ്രിഫറൻസ് ആണ് കാണിക്കുന്നത്. ഈ കോൺസെപ്റ്റ് പറഞ്ഞതാണ് പ്രൊഫസർ HR ഹിക്സൺ, RGD അലൻ. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു കോൺസെപ്റ്റ്, ഇത് ഓർത്തിരിക്കുക. പ്രൊഫസർ HR ഹിക്സൺ, RGD അലൻ, ഇവരാണ് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരാളോട് ചെന്നിട്ട് ഹൗ മെനി യൂട്ടിൽസ് യു ഗെറ്റ് ഫ്രം, അല്ലെങ്കിൽ ഹൗ മച്ച് യു ഗെറ്റ് ഫ്രം കൺസ്യൂമിങ് ആൻ ആപ്പിൾ എന്ന് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ അയാൾക്ക് ഏതാണ് കുറച്ചുകൂടെ ഇഷ്ടം, അങ്ങനെ അയാൾക്ക് ഒരു കമ്പാരിസൺ കൊടുക്കുക, അല്ലെങ്കിൽ അയാൾക്ക് റാങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ. അല്ലാതെ ഒരിക്കലും ഒരാൾക്ക് എനിക്ക് ആപ്പിൾ കഴിച്ചോ 10 യൂട്ടിലിറ്റി കിട്ടും, എനിക്ക് മാംഗോ കഴിച്ചോ ഒരു 20 കിട്ടും എന്നൊന്നും ഒരിക്കലും ആർക്കും പറയാനായിട്ട് പറ്റില്ല എന്നാണ് ഓർഡിനൽ യൂട്ടിലിറ്റിക്കാര് പറയുന്നത്. അപ്പൊ ഇവിടെ ഐസ്ക്രീം മേടിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൽ നിന്ന് എത്ര യൂട്ടിലിറ്റി കിട്ടും, ചോക്ലേറ്റ് ഐസ്ക്രീമിൽ നിന്ന് എത്ര യൂട്ടിലിറ്റി കിട്ടും, സ്ട്രോബെറിയിൽ നിന്ന് എത്ര യൂട്ടിലിറ്റി കിട്ടും എന്ന് നമുക്ക് ചോദിക്കുന്നതിനേക്കാളും നമുക്ക് എന്താണ് കുറച്ചുകൂടെ പ്രാക്ടിക്കലി കൂടുതൽ നല്ലത്? റാങ്ക് ചെയ്യാൻ പറയാം. അപ്പൊ ഒരാൾ റാങ്ക് ചെയ്യാണ്, എനിക്ക് ബട്ടർ സ്കോച്ച് ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് ചോക്ലേറ്റ് ആൻഡ് തേർഡ് ഇസ് സ്ട്രോബെറി. ഇതിനെയാണ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുക. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ അസംഷൻസ് ആണ് റാഷണാലിറ്റി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അസ്യൂം ചെയ്യാണ് കൺസ്യൂമേഴ്സ് ആർ റാഷണൽ, ഹി ഈസ് ഏബിൾ ടു ചൂസ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. അതുപോലെ തന്നെ ഓർഡറിംഗ് ആണ്, ഒരു A കോമ്പിനേഷൻ ആണോ B കോമ്പിനേഷൻ ആണോ ബെറ്റർ എന്ന് നമ്മൾ പ്രിഫർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ദെൻ ട്രാൻസിറ്റിവിറ്റി, അതായത് ഒരാള് A to B പ്രിഫർ ചെയ്യാണ്, then B to C പ്രിഫർ ചെയ്യാണ്, then A to C, he would prefer A to C also. മനസ്സിലായോ? ഒരാള് ആപ്പിൾ ടു ഓറഞ്ച് പ്രിഫർ ചെയ്തു, ഓറഞ്ച് ടു മാംഗോ പ്രിഫർ ചെയ്താൽ we can also say he would prefer apple to mango. മനസ്സിലായോ? ഒരാള് ആപ്പിളിനേക്കാളും ഓറഞ്ച് പ്രിഫർ ചെയ്യുന്നു, ഓറഞ്ചിനേക്കാളും മാംഗോ പ്രിഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ഇന്നർ മീനിങ് ഉണ്ട്. he also prefer apple to mango. മനസ്സിലായോ? അതുപോലെ തന്നെ കൺസ്യൂമർ കൺസിസ്റ്റന്റ് ആണെന്നാണ് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുക. അതായത് ഒരാള് ഒരു സിറ്റുവേഷനിൽ A എന്നൊരു കോമ്പിനേഷൻ ആണ് പ്രിഫർ ചെയ്തത് എങ്കിൽ, അതായത് ഒരാൾക്ക് ഒരു 1000 രൂപ ഇൻകം ഉണ്ട്. ഇതില് അയാളുടെ ഒരു 3 ബണ്ടിൽ ഓഫ് കമോഡിറ്റി കൊടുത്തു. 3 ബണ്ടിൽ ഓഫ് കമോഡിറ്റിയിൽ A ബണ്ടിലാണ് അയാൾ പ്രിഫർ ചെയ്തത്. ഇനി ഏത് സ്ഥലത്ത് പോയാലും ഈ ഒരു 1000 രൂപ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെയിം സിറ്റുവേഷൻ ആണെങ്കിൽ ഹി വിൽ ഓൾവേസ് പ്രിഫർ A തന്നെ. അതായത് നിങ്ങളോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാന്ന് ചോദിക്കുകയാണ്, എല്ലാ ഫ്രൂട്ടും നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറയണ ആപ്പിൾ എന്ന്. വേറൊരു സിറ്റുവേഷനിൽ നിങ്ങൾ വേറൊരു സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയി, അവിടെ ചെല്ലുമ്പോഴും നിങ്ങൾ എന്ത് തന്നെ പറയുള്ളൂ? ആപ്പിൾ എന്ന് തന്നെ പറയുള്ളൂ. അതായത് നിങ്ങളുടെ പ്രിഫറൻസ് മാറില്ല. ക്ലിയർ ആണോ? ഒരു പെർട്ടിക്കുലർ പ്രൈസ് ആൻഡ് ഇൻകം സിറ്റുവേഷനിൽ നിങ്ങൾ ഒന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ ചോയ്സ് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു അസംഷൻ ആണ് നോൺ സാഷ്യേറ്റി. അതായത് നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. നമ്മൾ എപ്പോഴും വീണ്ടും 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 സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനായിട്ട് നോക്കുകയാണ്. നമ്മൾ ഒരു മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഒരിക്കലും എത്തില്ല. നമ്മൾ എപ്പോഴും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് നമ്മുടെ മനുഷ്യന്റെ ഒരു ബേസിക് നേച്ചറാണ്. നമ്മൾ എപ്പോഴും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ റാങ്ക് ചെയ്യുന്നത് പ്രിഫറൻസ്. വി വിൽ റാങ്ക് ദി പ്രിഫറൻസ്. ഈ നമുക്കുള്ളത് ഇൻഡിഫറൻസ് കർവ് ആണ്, പക്ഷെ അതൊന്ന് തീരില്ല എടുത്തു കഴിഞ്ഞാല്. സോ ഇത് നമുക്ക് ഇൻഡിഫറൻസ് കർവ് ആയിട്ട് തന്നെ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത് എന്തായാലും ഒരു 1/4 മണിക്കൂർ എന്തായാലും ഇനിയും വേണം ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല്. സോ വി ക്യാൻ ഡിസ്കസ് ദിസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അതുപോലെ തന്നെ ഞാൻ ആ യൂട്ടിലിറ്റിയുടെ
നമ്മുടെ ഇക്യോ മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ മാത്രം ഞാൻ ആ തിയറി പറയാം. കാരണം അത് ഒത്തിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുറെ അധികം പേരുണ്ടല്ലോ. അപ്പൊ നമ്മൾ വെറുതെ അത് പറയേണ്ട കാര്യം, നിങ്ങൾക്ക് ഇത് വലിയ എസ് എഴുതാനുള്ള ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പക്ഷെ അത് അടുത്ത ഈ മാക്രോ ഒക്കെ പലതും മനസ്സിലാക്കണമെങ്കിൽ ഈ ഡിമാൻഡ് സപ്ലൈ ഒക്കെ മനസ്സിലായിരിക്കണം. എന്നാൽ ഈ ISL ഒക്കെ പറയുമ്പോൾ അതിൽ സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ കുറെ ബേസിക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് നോൺ ഇക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവര്. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. പീക്ക് മാർജിനൽ യൂട്ടിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒരെണ്ണമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി എക്സ്പ്ലെയിൻ വിത്ത് ദാറ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. അപ്പോ ഇനി ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ഒരു ഇൻഡിഫറൻസ് ടേം കൂടെ കഴിഞ്ഞിട്ട് ഉള്ള ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഇതെല്ലാം ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വി ക്യാൻ ഡിസ്കസ് ദിസ് ടോപ്പിക് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നമുക്കപ്പോ ഇന്ന് നമ്മൾ പറഞ്ഞത് നമ്മൾ ഇന്നിവിടെ പറഞ്ഞത് ഡിമാൻഡ് പറഞ്ഞു, ഡിമാൻഡ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. സപ്ലൈ പറഞ്ഞു, ഇത് തമ്മിലുള്ള ഈക്വിലിബ്രിയം നമ്മൾ പറഞ്ഞു. ഡിമാൻഡ് ഇസ് ഈക്വൽ ടു സപ്ലൈ ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്. സപ്ലൈ ഗ്രേറ്റർ ദാൻ ഡിമാൻഡ് ആവുന്ന പോയിന്റ് ആണ് എക്സസ് സപ്ലൈ അഥവാ സർപ്ലസ് എന്ന് പറയുന്നത്. ഡിമാൻഡ് ഇസ് സപ്ലൈ ഇസ് ലെസ്സർ ദാൻ ഡിമാൻഡ്, അല്ലെങ്കിൽ ഡിമാൻഡ് ഇസ് ഹയർ ദാൻ സപ്ലൈ എന്ന് പറയുന്ന പോയിന്റ് ആണ് എക്സസ് ഡിമാൻഡ് എന്ന് പറയുക. ഇതൊക്കെ ഇങ്ങനെ ഏത് സിറ്റുവേഷൻ വന്നാലും ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആൻഡ് ഇറ്റ് വിൽ കം ടു ദ ഈക്വിലിബ്രിയം. ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന ഒരു ബാലൻസ് സ്റ്റേറ്റിനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു ഇമ്പോർട്ടന്റ് ആണ് ചേഞ്ചസ് ആൻഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡും സപ്ലൈയും പറഞ്ഞു. അതായത് നമ്മുടെ കുറെ അധികം ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതില് പ്രൈസ് കൊണ്ടിട്ടാണ് ചേഞ്ച് വരുന്നതെങ്കിൽ സപ്ലൈക്ക് വിത്ത് ഡിമാൻഡ്. ഇപ്പൊ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച് കൊണ്ടാണ് സപ്ലൈയിലും ഡിമാൻഡിലും മാറ്റം വരുന്നതെങ്കിൽ അത് അതേ കർവിൽ തന്നെ മാറ്റം വരുള്ളൂ. അതിനെ പറയുന്നതാണ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുക. അതായത് പ്രൈസ് കൊണ്ടാണ് ചേഞ്ച് ഉണ്ടാവുന്നതെങ്കിൽ, പ്രൈസ് കൊണ്ടാണ് മൂവ്മെന്റ് ചേഞ്ച് ഉണ്ടാവുന്നതെങ്കിൽ ആ സെയിം കർവിൽ തന്നെ ആയിരിക്കും ആ ചേഞ്ച് നമുക്ക് കാണിക്കാനായിട്ട് പറ്റുക. അപ്പോൾ അതിനെയാണ് നമ്മൾ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്ന് പറയുക. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ചേഞ്ച് ഇൻ സപ്ലൈ. ഡിമാൻഡിലാണെങ്കിൽ ചേഞ്ച് ഇൻ ഡിമാൻഡ്. അത് രണ്ട് തരത്തിലാണ്, എക്സ്പാൻഷനും കോൺട്രാക്ഷനും. സപ്ലൈ കൂടുകയാണെങ്കിൽ അതിനെ എക്സ്പാൻഷനോ സപ്ലൈ എന്ന് പറയും. സപ്ലൈ കുറയുകയാണെങ്കിൽ അതിനെ കോൺട്രാക്ഷൻ എന്ന് പറയും. ഡിമാൻഡ് കൂടുകയാണെങ്കിൽ എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ് എന്ന് പറയും, കുറയുകയാണെങ്കിൽ കോൺട്രാക്ഷൻ എന്ന് പറയും. ശ്രദ്ധിക്കുക, ചേഞ്ച് എപ്പോഴും സെയിം കർവിലാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രൈസ്. ഇതിനെ നമ്മൾ മൂവ്മെന്റ് ഫാക്ടർ എന്നാണ് പറയുക. ആൻഡ് അതർ ദാൻ പ്രൈസ് വേറെ എല്ലാ ഫാക്ടേഴ്സിനെയും നമ്മൾ പറയുന്നത് ഷിഫ്റ്റിംഗ് ഫാക്ടേഴ്സ് എന്നാണ്. ആ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? എന്റെ സപ്ലൈ കർവ് മാറും. സപ്ലൈ കൂടുകയാണെങ്കിൽ അതിനെ ഇൻക്രീസ് എന്നും സപ്ലൈ കുറയുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡിക്രീസ് എന്നും പറയും. അതുപോലെ തന്നെ ഡിമാൻഡ് ആണെങ്കിലോ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്നും പറയും, ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്നും പറയും. ഇത് ഷിഫ്റ്റിംഗ് ആണ്, ഇത് മൂവ്മെന്റ് ഫാക്ടർ ആണ്. അതർ ദാൻ പ്രൈസ് എല്ലാ ഫാക്ടേഴ്സിനെയും നമ്മൾ പറയുന്ന പേര് ഷിഫ്റ്റിംഗ് ഫാക്ടേഴ്സ് എന്നാണ്. അപ്പൊ ഷിഫ്റ്റിംഗ് ഫാക്ടേഴ്സ് കൊണ്ടാണ് മാറ്റം വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എന്നാണ് പറയുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഈക്വിലിബ്രിയം ആണ്. ഈക്വിലിബ്രിയം നമ്മളിപ്പോ പറഞ്ഞു, എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് യൂട്ടിലിറ്റി ആണ്. യൂട്ടിലിറ്റി രണ്ട് തരത്തിലുണ്ട്, കാർഡിനൽ യൂട്ടിലിറ്റിയും ഉണ്ട്, ഓർഡിനൽ യൂട്ടിലിറ്റിയും ഉണ്ട്. കാർഡിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ പറയുന്നത് യൂട്ടിലിറ്റി മെഷർ ചെയ്യാം. ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ നോട്ട് മെഷറബിൾ ആണ്. ഇവിടെ നമുക്ക് റാങ്ക് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓർഡർ ഓർ പ്രിഫറൻസുകൾ പറയാനേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ കാർഡിനൽ യൂട്ടിലിറ്റിയിൽ ഒരു ഇമ്പോർട്ടന്റ് തിയറിയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കമോഡിറ്റിയിൽ നിന്ന് ഓരോന്ന് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്ന യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഓരോ യൂണിറ്റും അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റി. അതാണ് നമ്മൾ MU = TU n-1 ഇതാണ് നമ്മൾ പറയുക. ഈ തിയറി പ്രകാരം when we consume same unit of the commodity more and more, the marginal utility will go on diminishing. And when TU is at maximum,
മാർജിനൽ യൂട്ടിലിറ്റി ഇസ് 0. അതിനെ പറയുന്ന പേരാണ് സാറ്റിയേഷൻ പോയിന്റ്. അപ്പൊ ഇതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അതുപോലെ തന്നെ ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ പറയുന്നത് റാങ്ക്സ് അല്ലെങ്കിൽ ഓർഡർ ചെയ്യാം എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഇലാസ്റ്റിസിറ്റിയും പറഞ്ഞായിരുന്നു. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ പറഞ്ഞു. അപ്പൊ അതും എത്രത്തോളം റെസ്പോൺസീവ്നെസ് സപ്ലൈക്ക് ഉണ്ട് ടു ദ പ്രൈസ് എന്നാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിലും പറയുക. അപ്പൊ അതിന്റെ ഓരോന്നും നിങ്ങൾ ഓർത്തിരിക്കുക. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഇസ് ഗ്രേറ്റർ ദാൻ 1, ലെസർ ദാൻ 1, ഇലാസ്റ്റിസിറ്റി is equal to 1, ഇലാസ്റ്റിസിറ്റി is equal to infinity, and elasticity is equal to 0. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചിനേക്കാൾ കൂടുതലാണ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്. ലെസർ ദാൻ എന്ന് പറയുമ്പോൾ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചിനേക്കാളും കുറവാണ്. ഇലാസ്റ്റിസിറ്റി is equal to 1 എന്ന് പറയുമ്പോൾ രണ്ടിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഈക്വൽ ആണ്. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. മൈനർ ചേഞ്ചസ് പോലും 0യിലേക്കോ ഇൻഫിനിറ്റിയിലേക്കോ കാരണമാവും. 0 എന്ന് പറയുന്നത് whatever be the price, it remains constant. Supply remains constant. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.